ദൈവാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനവും സുവിശേഷവും നിമിത്തം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ വസനങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മുൻപിൽ സമയത്തിൻ്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് വേഗത്തിൽ ഇന്ന് പകൽക്കാലം ഒന്ന് രണ്ട് ചിന്തകൾ വേഗത്തിൽ കൈമാറി ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വായിച്ച വചനം കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള ഭാഗമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗങ്ങളാണ്. നമ്മളൊക്കെയും പ്രാർത്ഥനകളിൽ ഉരുവിടുകയും നാം ധ്യാനിക്കുകയും നാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭജനഭാഗമാണ്. അതിൻ്റെ ആഴത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ദൈവാത്മാവിൽ നിങ്ങളോട് കൈമാറി ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷമുള്ളവർ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ. ഇന്ന് പകൽ നാം ഒരു കേവലം ആരാധനയ്ക്ക് എല്ലാ ഞായറാഴ്ചയും വന്നിരുന്നു പോകുന്നൊരു ലാഘവത്തിലിരുന്ന് ആരാധിക്കരുത്. ഇനി നമ്മുടെ മുൻപിൽ ഈ ആണ്ട് അവസാനിക്കാൻ ചില ആഴ്ചകളേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നവന് വേണ്ടി, ദൈവത്തെ ആരാധിക്കുന്നവന് വേണ്ടി ദൈവത്തിൻ്റെ കരുതലുകൾ ഇറങ്ങും. ഇന്ന് പകൽക്കാലം ആരാധിക്കേണ്ട സമയത്ത് ദൈവത്തെ ആരാധിച്ചോണം, സ്തുതിക്കേണ്ട സമയത്ത് ദൈവത്തെ സ്തുതിച്ചോണം. എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? ഇമ്മലകൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരാധന കൊടുത്തോണം. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആരും നിങ്ങളെ തടയത്തില്ല. പക്ഷേ ഇന്ന് പകൽ ആത്മമറവിൽ ഞാനൊരു ദൂത് കൈമാറാം. ഈ ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് 2024 പ്രാപിക്കേണ്ട ചില നന്മകൾ നിങ്ങൾ പ്രാപിച്ചിട്ട് ഈ പകൽ കടന്നു പോകാവോ? എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് തന്നൊരു പ്രവചന ദൂതാണ്. ഒരുപക്ഷെ ഇനി 16 15 ദിവസങ്ങൾ മാത്രം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ചില നന്മകൾ നമ്മൾ പ്രാപിച്ചെടുക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ആമേൻ പറയാൻ കഴിയുമെങ്കിൽ ശത്രുവിൻ്റെ കരങ്ങൾ പിൻവലിക്കപ്പെടട്ടെ, ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി ചലിക്കട്ടെ. ചില വാഗ്ദത്ത നിവർത്തികൾ നിങ്ങളുടെ കൂടാരത്തിൻ്റെ മേൽ ആഴമായി വെളിപ്പെടുന്നൊരു സീസൺ ഈ പകൽ ദൈവാത്മാവ് തുറന്നു വയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഈ പകൽ അകം തിളയ്ക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ദൂത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. ഇന്ന് പകൽ കാലം ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഈ ഹാളിനകത്തായിരിക്കുന്നവരോട് ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. നാളുകൾ കരഞ്ഞിട്ടും നിറവേറാത്ത ദൈവപ്രവർത്തികൾ ഈ പകൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുകയാണ്, നിന്റെ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് മമ്മായി അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ ഭാവിക്ക് വേണ്ടി, നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ ഉപജീവനത്തിന് വേണ്ടി, നീ ഇവിടെ ഇരുന്ന് സ്തുതിക്കുമ്പോൾ നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ പകൽ ദൈവത്തിന്റെ കരം ചലിക്കും. ദൈവത്തിന്റെ കരം. ഓ ശബരബലഘടക, ഓ ശബരബാരഘടക, അർത്ഥമേന ദൂരധാരഘടക. നന്നായി കരമടിച്ച് വായ്കളെ തുറം. അസാധാരണമായ ദൈവിക ഫലങ്ങൾ നമ്മുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടുകയാണ്, നമ്മുടെ ആലയത്തിനകത്ത് വെളിപ്പെടുകയാണ്. ഇതുവരെയും സഭ എൻട്രി ചെയ്തിട്ടില്ലാത്ത ചില ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ചലനങ്ങൾ സംഭവിക്കുന്നു. പട്ടണങ്ങളെ പിടിക്കുന്ന ദൈവിക നിയോഗങ്ങൾ ഇന്ന് പകൽ ദൈവാത്മാവ് തുറന്നിടുകയാണ്. ഈ പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. ഇന്ന് പകൽ നിന്റെ വിടുതൽ ഏത് രാജ്യത്ത് കിടക്കുന്നു, നിന്റെ അനുഗ്രഹം ഏത് രാജ്യത്ത് കിടക്കണമോ, നിന്റെ വിടുതൽ ഏത് പട്ടണത്തിൽ കിടക്കുന്നു, അവിടെ ദൈവ പ്രവർത്തിയുടെ കരങ്ങൾ ഇറങ്ങ്, അവിടെ ദൈവ പ്രവർത്തിയുടെ കരങ്ങൾ ഇറങ്ങ്. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. ഓ ശബാര അടകധാര ധാരഘടക വേരഘടക ധീരമച്ച വേഗമാന റിഖാമാന ദ്വാര ദ്വാര റിഖാമാന ധീരബലധര വൈഡബരഗബ റീബര വൈഡബ ശീബാനം ധാരിഖമാന ധീരധാര. കൂട്ടമായ സൗഖ്യങ്ങൾ, കൂട്ടമായ സൗഖ്യങ്ങൾ, ദൈവാത്മാവിൻ്റെ ചലനങ്ങൾ ഇന്ന് പകൽക്കാലം നടക്കുകയാണ്. ഹൃദയ നുറുക്കത്തോടെ, ഹൃദയത്തിൻ്റെ വേദനയോടെ, ആരോടും പറയാൻ കഴിയാതിരുന്ന് വേദനിക്കുന്ന ചിലരോട് ദൈവം ഇറങ്ങി ചിലവിനെ തൊട്ട് ദൈവത്തിൻ്റെ കരം ഇറങ്ങുകയാണ്. ഈ പകൽ ഒരു മനുഷ്യൻ അടുത്ത് വന്നിരിക്കുന്നത് പോലെ ഒരു വ്യക്തി നിന്നെ ആശ്വസിപ്പിക്കുന്നതിൽ അധികമാ ഈ പകൽ എൻ്റെ ദൈവത്തിൻ്റെ സമാധാനം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുക.
വെളിപ്പെടുകയാണ്. നിന്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വെളിപ്പെടുകയാണ്. ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ആരെനിക്ക് വേണ്ടി ചലിക്കും എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് എൻ്റെ ദൈവം ഇന്ന് പകൽ ഉത്തരവുമായി ഇറങ്ങുകയാണ്. എൻ്റെ ദൈവാത്മാവ് പറയുകയാണ്, നീ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങാം കുഞ്ഞേ, ഞാൻ ഇറങ്ങാം. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഈ വചനത്തിനെതിരെ രേഖ മുദ്രയിട്ട് സമ്മതപത്രവുമായി ഇറങ്ങി തിരിച്ച ശൗലിന്റെ മുൻപിൽ വെളിപ്പെട്ട അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ളവർ, സൂര്യനെ വെല്ലുന്ന ശോഭയുള്ളവർ, ഇന്ന് പകൽ നിനക്കെതിരെ നിൽക്കുന്ന, നിനക്കെതിരെ വായ് തുറക്കുന്ന, നിനക്കെതിരെ ശബ്ദിക്കുന്ന ചിലരോട് ഇടപെടാ. ഈ പകൽ ഞാൻ ഇറങ്ങി വരാ. വിശ്വസിക്കാമെങ്കിൽ ഇത് സൈന്യത്താലല്ല, ഇത് ശക്തിയാലല്ല. ഓ ഇത് ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ കൂടാരങ്ങളെ തൊടുന്ന ദൈവപ്രവൃത്തി, കൂടാരങ്ങളെ തൊടുന്ന ദൈവത്തിന്റെ ചലനങ്ങൾ. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ ശരീരത്തിനകത്ത് രോഗസൗഖ്യങ്ങൾ വെളിപ്പെടും. ഇന്ന് പകലിൽ ലൈവിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പകൽ ദൈവപ്രവൃത്തിയുടെ കരങ്ങൾ നിന്റെ ഹോളിനകത്ത്, നീ ആയിരിക്കുന്ന റൂമിനകത്ത് ഈ പകൽ വെളിപ്പെടും. ആമേൻ. പ്രിയരെ, തൻ്റെ ഇടമുണ്ടെങ്കിൽ 2024 ഞാൻ പ്രാപിക്കേണ്ടത് പ്രാപിക്കും. നിങ്ങൾക്കൊരു ധൈര്യമില്ലല്ലോ. 2024 ഞാൻ പ്രാപിച്ചെടുക്കേണ്ട ചില നന്മകൾ പ്രാപിച്ചെടുക്കും. ഉലകത്തിലൊരു ശക്തിക്കും അത് തടക്കാൻ കഴിയില്ല. ഒരു മന്ത്രവാദിക്കും തടുക്കാൻ കഴിയില്ല. ഒരു ആഭിചാരകനും തടുക്കാൻ കഴിയില്ല. ഒരു മാനുഷിക വെല്ലുവിളികൾക്കും തടുക്കാൻ കഴിയില്ല. ഒരു കൂട്ടുകെട്ടുകൾക്കും തടുക്കാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം ചിലവിനെ ഭേദിച്ച് ഈ കരങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തി, ഈ കരങ്ങളിൽ ദൈവപ്രവൃത്തിയുടെ ചലനങ്ങൾ പ്രാപിച്ചെടുക്കുമെന്ന് പറയാ. തൻ്റെ ഇടമുള്ളവർ ആഴമായി ദൈവം ചിലവിനെ തൊടുകയാണ് കേട്ടോ. ദൈവം ചിലവിനെ തൊടുകയാണ്. അക്ഷരീരമായ ചില ദൈവപ്രവർത്തികൾ. ഓ ശബരബലഘടകരാധരാധര ശരേഖമാന ധുരഘടകവര ശരാബനാര ബലഘടക ശവാര ബലഘടകവരാരകൽഖബ. പ്രിയരെ, നാം വായിച്ച വചനം എല്ലാവർക്കും സുപരിതമായ കാര്യമാണ്. ആമേൻ. പൗലൂസ് എന്ന് പറയുന്ന ആത്മമനുഷ്യൻ പുതുനിയമത്തിൽ ശക്തമായി ദൈവത്താൽ പ്രയോജനപ്പെട്ട ദൈവമനുഷ്യൻ. ഒത്തിരി പേർ പ്രസംഗങ്ങളിലെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നെങ്കിലും സ്വർഗത്തിൽ പോകുമ്പോൾ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ഇതൊക്കെയും പ്രവാചകന്മാർ പരിചയപ്പെടുത്തുന്ന ശക്തനായ ദൈവമനുഷ്യൻ. ആ ദൈവമനുഷ്യൻ്റെ പ്രത്യേകത, ദൈവസഭയ്ക്ക് 14 ലേഖനങ്ങൾ, എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറി. 3 മിഷണറി യാത്രകൾ, ഒട്ടനവധി സഭകൾ സ്ഥാപിക്കപ്പെട്ടു. പക്ഷെ ഭക്തൻ പറയുകയാണ്, ഞാൻ 3 പ്രാവശ്യം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, സ്വർഗം എത്ര നിലകളുണ്ടെന്ന് ദൈവസഭയെ പഠിപ്പിച്ചവൻ, പഴയ നിയമത്തിൽ ആർക്കും കിട്ടാത്ത വെളിപ്പാട് കിട്ടിയവൻ. പഴയ നിയമത്തിൽ ദാവീദ് ഒരിക്കൽ പറയുന്നുണ്ട്, നീ സ്വർഗാതിസ്വർഗത്തിൽ വസിക്കുന്നവൻ എന്ന് മാത്രം പഴയ നിയമത്തിൽ ഒരുവൻ പറഞ്ഞു വിടുമ്പോൾ, ആമേൻ, പുതുനിയമത്തിൻ്റെ വെളിപ്പാടിനകത്ത് കയറി നിന്ന്, ആമേൻ, പുതുനിയമ ദർശനത്തിൻ്റെ വെളിപ്പാടിനകത്ത് കയറി നിന്ന് പൗലൂസ് പറയുകയാണ്, ആമേൻ, എനിക്കൊരു പുരുഷനെ അറിയാം, എനിക്കൊരു മനുഷ്യനെ അറിയാം, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ നിലകളെ പറ്റി,
ആഴമായി വെളിപ്പാടിൽ കണ്ടവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തോളം കയറിപ്പോയവൻ, ദൈവത്തിൻ്റെ മഹത്വം കണ്ടവൻ, അവൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ്. എന്തിനെന്നറിയാമോ പ്രാർത്ഥന? അവൻ്റെ ശരീരത്തിനകത്ത് വെളിപ്പെട്ടൊരു ബലഹീനതമാണ്. ഇന്ന് പകൽക്കാലം പ്രിയരെ, നമ്മൾ ഒട്ടനവധി വിഷയങ്ങൾ അടുക്കി വെച്ച് ദൈവസന്നിധിയിലിരുന്ന് കരയുന്നവരായിരിക്കുക. നമ്മൾ ചോദിക്കുമ്പോൾ ചില വിഷയങ്ങളുണ്ടായിരിക്കുക. കർത്താവേ, എൻ്റെ വിഷയം എങ്ങനെയാണ്? എൻ്റെ നാളെ എങ്ങനെയാണ്? എൻ്റെ ഭാവി എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിലെ ഈ ഞെരുക്കം എങ്ങനെ മാറും എന്നൊക്കെ ചോദിച്ചു നൂറുകണക്കിന് വിഷയങ്ങൾ ഈ 2024 അടുക്കി വെച്ച് പ്രാർത്ഥനകളിൽ, ഉപവാസ പ്രാർത്ഥനകളിൽ, കാത്തിരിപ്പുകളിൽ, ഭവന പ്രാർത്ഥനകളിൽ നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിച്ച പല പ്രാർത്ഥനകളും കണ്ടേക്കാം. ഇന്ന് പകൽക്കാലം പല പ്രാർത്ഥനകൾക്കും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം മറുപടി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിനെങ്കിലും 2024 ദൈവം മറുപടി തന്നു എന്നുറപ്പുണ്ടെങ്കിൽ കരമുയർത്തി സ്തുതിക്കണം. ഹല്ലേലൂയ. ഒരു വിഷയമെങ്കിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചാൽ ഒന്നല്ല 1000 വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യത്തിനകത്ത് വേദന കൊണ്ട് ഹൃദയം പൊടിയുമ്പോൾ എൻ്റെ നാവിൽ നിന്ന് വാക്കുകൾ പുറത്തു വരാൻ കഴിയാതെ കണ്ണുനീർ തുള്ളികൾ പ്രാർത്ഥനയായി പോകുമ്പോൾ ആ കണ്ണുനീർ തുള്ളികളെ തുരുത്തിയിൽ ശേഖരിച്ചിട്ട് എനിക്ക് വേണ്ടി 2024 എൻ്റെ ദൈവം ഉത്തരവുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. അതനുഭവിച്ചവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഇന്ന് പകൽ നാം പ്രാർത്ഥിച്ച 1000 വിഷയങ്ങൾക്ക് ഈ 2024 എൻ്റെ ദൈവം മറുപടി തന്നിട്ടുണ്ടെങ്കിൽ ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുക, കുഞ്ഞ്, നിന്റെ കണ്ണുനീർ കാണാഞ്ഞിട്ടല്ല, നിന്റെ വിഷയത്തിന് മറുപടി എൻ്റെ പക്കലുണ്ട്. അത് സക്ക സമയത്ത് അത് അത് വെളിപ്പെട്ടു വരും. അത് വെളിപ്പെട്ടു വരും. നിന്റെ കൂടാരത്തെ കുറിച്ച് നീ കരഞ്ഞവ, നിന്റെ ഭാവിയെ കുറിച്ച് കരഞ്ഞവ, നിന്റെ സഭയെ കുറിച്ച് കരഞ്ഞവ, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് കരഞ്ഞവ, നിന്റെ നാളെയെ കുറിച്ച് കരഞ്ഞവ, അവൻ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ പകൽ വിശ്വസിക്കാൻ തന്റെ ഇടമുള്ളവ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ പകൽ ചലിക്കുന്നു. അറ്റ്മോസ്ഫിയറുകൾ ചേഞ്ച് ആകുന്നു. ഈ പകൽ ആൻസറുകൾ വെളിപ്പെടുന്നു, ഉത്തരങ്ങൾ. ഈ പകൽ നീ ചോദിച്ച 1000 ചോദ്യങ്ങൾക്ക് ഈ പകൽ നിന്റെ ജീവിതത്തിൽ കരത്തിൽ മറുപടിയെ തരുന്ന ഒരു സർവശക്തനായ ദൈവം, യഹോവ ജയറയായവ, യഹോവ നിസിയായവ, യഹോവ എൽറോയിയായവ ഈ പകൽ ഇന്ന് പകൽ ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽ നിന്റെ കൂടാരത്തിനകത്ത് ചില ദൈവത്തിന്റെ മറുപടിയുമാണ്. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. സദാകാലം മനുഷ്യരോട് ദൈവം വാപിക്കത്തില്ല. ഈ പകൽ ഈ ദൂതിനോട് രാമേ പറഞ്ഞു സ്വീകരിച്ച ഇന്ന് പകൽ ദൂതന്മാരിറങ്ങുക, ഇന്ന് പകൽ ദൂതന്മാരിറങ്ങുക, ഇന്ന് പകൽ ദൂതന്മാരിറങ്ങുക. കഴിഞ്ഞ ദിവസം എന്നോട് ദൈവാത്മാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവസഭയോട് പറയണം, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടികൾ ഓരോ പകലും വെളിപ്പെടും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ. ഇന്ന് പകൽക്കാലം ഇതൊക്കെ പിടിക്കണമെങ്കിൽ അകത്താത്മാവ് വേണം, വിശ്വസിക്കാനുള്ള ആത്മതലം വേണം. എന്നോട് 2025 ദൈവസഭയോട് ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവേ, എന്താണ് ഞാൻ ദൈവാത്മാവ് ദൈവസഭയോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. ഓരോ പകലും അത്ഭുതങ്ങളിൽ ആരംഭിക്കണം. ഇന്ന് പകൽ ഞാൻ ഒരുപടി കയറുകയാണ്. ഓരോ പകല് നിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് തൊടാൻ കഴിയാത്തവണ്ണം ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണവിധിയ ഇസ്രായേലിന് പറ്റത്തില്ലെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽ ഒരു മന്ത്രവാദിക്ക് നിന്റെ പ്രാർത്ഥനയെ തടയാൻ കഴിയാതെ വണ്ണം, നിന്റെ മറുപടിയെ തടയാൻ കഴിയാതെ വണ്ണം, നിന്റെ വാഗ്ദത്ത നിവർത്തിയെ
തടയാൻ കഴിയാതെ ആത്മാവിൽ നീ ഒന്ന് ലിഫ്റ്റ് ആയോ. ഓ ശബരബലഘടകധര, ഇന്ന് പകൽ ആൻസറുകൾ ഓരോ പകലും വെളിപ്പെടും. ഓ ശബരബല ധുരധാര ഘടകഭാര അർത്ഥഭാര ജാരഗചികേര വലഘടക. ആമേൻ. ഒന്ന് കൊതിക്കാമോ? ഇസ്രായേൽ പാളയത്തിനകത്ത് അബിരാവിലെ കൂടാരത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങൾ കാണുന്നത് പഴകിയ മന്നയല്ല, ഇന്നലെ വീണ മന്നയല്ല, ഇന്നലെ ലഭിച്ച അനുഗ്രഹമല്ല, ഇന്നലെ ലഭിച്ച പ്രാർത്ഥനയുടെ മറുപടിയല്ല. ഓരോ പകലും പുതിയതാണ്, ഓരോ പകലും പുതിയതാണ്. ഈ മന്നയുടെ പ്രത്യേകത, ഇത് പൊങ്ങി വരുന്നത് മണ്ണിൽ നിന്നുമല്ല, ഇത് ആകാശത്തുനിന്ന് പൊടിയുമാണ്. അർത്ഥം എന്തെന്നറിയാമോ? ഇന്ന് പകൽ നീ ദൈവിക പദ്ധതിക്കകത്ത് കയറി നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ ആകാശത്തെ തുറന്ന് എന്റെ ദൈവം നിന്റെ കരത്തിൽ തരും. ഇന്ന് പകൽ നീ ചോദിച്ചു കൊള്ളുക, ഞാൻ രാജ്യങ്ങളെ അവകാശമാക്കി, പട്ടണങ്ങളെ കൈവശമാക്കി സലാമെന്ന് പറഞ്ഞവർ ഈ പകൽ ആരോടൊക്കെ പ്രവചിക്കുക? കുഞ്ഞെ നീ ചോദിക്കുക, നിന്റെ മറുപടി ഞാൻ ആകാശത്തിന്റെ കിളിവാ. കൂട്ടമായ ദൈവിക വിടുതലുകൾ, കൂട്ടമായ ദൈവ പ്രവർത്തികൾ ഈ പകൽ ആഴമായി വെളിപ്പെടുന്നു. ചില കൂടാരത്തിനകത്ത് ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റുകൾ ബ്രേക്ക് ആകപ്പെടുന്നു. ഇന്ന് പകൽ ചില ബിസിനസ്സുകൾ ഈ ആലയത്തിനകത്ത് വെളിപ്പെട്ടു വരുന്നു. ശക്തന്മാർ എഴുന്നേറ്റു വരുന്നു. ഇന്ന് പകൽ തകർന്നു പോയ ജീവിതങ്ങളെ പണിയുന്ന ദൈവത്തിന്റെ റിന്യൂവലുകൾ വെളിപ്പെടുന്നു. ലിറ്ററലി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ചില കൂടാരങ്ങളുടെ മുൻപിൽ ദൈവിക ദൂതന്മാർ ഇറങ്ങുന്നു. മെന്റലി ഡിപ്രസ്ഡ് ആകുന്ന ചിലവിനെ കെട്ടുകളെ പൊട്ടിച്ച് ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഏകാപതയ്ക്കകത്തിരുന്ന് കരയുമ്പ ചിലവിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ആത്മാവ് ഈ പകൽ പുറപ്പെടുകയാണ്. What a mighty presence, what a mighty presence. Oh shabarabala gadagabarada ragacharada sharabara dhura gadagavera dhara dhara charavara gadagavera dhara dhara. Oh sha wake ho shirabara arkamana therabara shera റിഖമാന. അത്ഭുതങ്ങൾ വേഗത്തിൽ വെളിപ്പെടട്ടെ. സഭ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ വേഗത്തിൽ വളർച്ചകൾ സംഭവിക്കട്ടെ. സഭയ്ക്ക് വളർച്ചയ്ക്ക് ആവശ്യമായത് സകലത് ഓരോ പകലും പുതിയതായി വെളിപ്പെടട്ടെ. ആലയത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ ഫേവറുകൾ വെളിപ്പെടട്ടെ. ഈ ശൂന്യമകൾ ഇന്ന് പകൽ ബ്രേക്ക് ആകപ്പെടട്ടെ. ദൈവത്തിന്റെ ആഴമേറിയ ചലനങ്ങൾ സംഭവിക്കട്ടെ. പട്ടണങ്ങളെ പിടിക്കുന്ന അഭിഷിക്തന്മാർ ഈ ആലയത്തിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ദൈവകൃപയുടെ ആഴത്തിൽ ചലിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. നാളുകൾ സഭ കണ്ണുനീരോടെ വിതച്ചത് ഈ പകൽ ആത്മാവിൽ കൊയ്യട്ടെ. ഈ പകൽ ആരോടും അറിയില്ല, ആത്മാവ് പറയുക, പാപി സംബന്ധമായ വിഷയത്തിന് കെട്ടിമുറിക്കുക. ചില കെട്ടുകളെ ദൈവം പൊളിക്കുക. നിന്റെ ഉപജീവന മേഖല ഇന്ന് പകൽ നീ ഉപേക്ഷിച്ചു തിരിച്ചു വരുമെന്ന്, നീ നിർത്തി നാട്ടിലേക്ക് കടന്നു വരുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന വാദഗതികളെ ഈ പകൽ ആത്മാവ് ബ്രേക്ക് ചെയ്യുക. ഇന്ന് പകൽ അസാധാരണമായ ദൈവിക സാന്നിധ്യ രാജ്യങ്ങൾക്കപ്പുറം ഞങ്ങളെ കാണുന്നവിടമേ, പട്ടണങ്ങൾക്കപ്പുറം ഈ പ്രസംഗം കേൾക്കുന്നവിടമേ ആഴമായി ചലിക്കുക. ശാരാബാല റിഖാമാന വൈഡാമാന ശാബാല ശാരാദല റിഖാമാന ശാരാദ തരേഖെ Sharada, Vikamana, Tarada,
Mighty healings are happening here. Oh, അസാധാരണമായ ദൈവിക സൗഖ്യങ്ങൾ ഈ പകൽ സംഭവിക്കുന്നു. പകൽ സംഭവിക്കുന്നു. വേദനയുള്ള ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക. ഈ പകൽ നിന്റെ കെട്ടുകൾ പൊട്ടുന്നു. നിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനെ ദൈവം ശാസിക്കുന്നു. ഈ പകൽ നിന്റെ ശരീരത്തിനകത്ത് heavenly restorations are happening right now in the name of Jesus. ഈ പകൽ ദൈവിക സൗഖ്യങ്ങൾ ഇന്ന് പകൽ സംഭവിക്കുക. കൈകാലുകളുടെ മേൽ, ഞാടി നരമ്പുകളുടെ മേൽ, അസ്ഥി മജ്ജകളുടെ മേൽ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ സംഭവിക്കട്ടെ. Yes. Thank you, Lord, for your presence. പ്രിയരെ, ഇന്ന് പകൽ വ്യക്തമായി ദൈവം അവനെ കാണിക്കുന്നു. ഈ ദൂത് നിങ്ങൾ പിടിക്കണം. ഇതൊന്നും പിടിച്ചില്ലെങ്കിൽ ഈ ദൂത് പിടിക്കണം. ഓരോ പകലും നിന്റെ മറുപടികൾ വെളിപ്പെടും. ഓരോ പകലും നിന്റെ കൂടാരത്തിനകത്ത് നീ കരയുമ്പോൾ നിന്റെ നന്മ വെളിപ്പെടും. ഇന്ന് പകൽ എല്ലാവരും കൈയടിക്കുമ്പോൾ കൊണ്ട് കൂടെ കൈയടിക്കാനിരിക്കരുത്. എല്ലാവരും ആരാധിക്കുന്നത് കൊണ്ട് കൂടെ ആരാധിക്കാനിരിക്കരുത്. അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവ് ഇന്ന് പകൽ നീ ചോദിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരവുമായി എൻ്റെ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നാളുകൾ കരഞ്ഞില്ലേ, നാളുകൾ ഉപവസിച്ചില്ലേ, ഏകാപതയ്ക്കകത്തിരുന്ന് എൻ്റെ ജീവിതം എൻ്റെ അപ്പ ഇങ്ങനെയെന്ന് ചോദിച്ചില്ലേ, എൻ്റെ മാള എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചില്ലേ, ഞാൻ ഇനി എന്തിനു വേണ്ടി ജീവിക്കുമോ എന്ന് നീ ചോദിച്ചില്ലേ? കർത്താവിനോട് പറ, അപ്പാ എന്റെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റാ. അങ്ങയുടെ സാന്നിധ്യത്തിന് കഴിയ ഈ മകൾ ആഴമേറിയ സാന്നിധ്യം എന്റെ കൂടെ ഈ മകൾ അയക്കണമേ. ഇന്ന് പകൽക്കാലം ആ സാന്നിധ്യം വിട്ടുപോകാത്തൊരു ജീവിതത്തിന് ഉടമയാകാ. I need it, Lord. എനിക്ക് അധികമായ ആത്മാവിനെ വേണം. പ്രിയരെ, 3 തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. 3 തരത്തിൽ. എന്നോട് ശ്രദ്ധിച്ചേ, 3 തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. വേഗത്തിൽ മറുപടി വെളിപ്പെടുന്ന പ്രാർത്ഥന. 2, മറുപടിക്ക് വേണ്ടി ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട പ്രാർത്ഥന. 3-മതൊരു പ്രാർത്ഥനയുണ്ട്, ഒരിക്കലും മറുപടി വെളിപ്പെടാത്ത പ്രാർത്ഥന. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഏകദേശം 8 കോടിയോളം രൂപ ഇന്ന് ഈ കാലഘട്ടത്തിൽ വിലമതിക്കുന്ന കപ്പൽ മുതലാളിയുടെ മകൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, പരീശൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, വ്യത്യസ്തമായ നിലകളിൽ ലോകത്തിലുള്ള സകലതും ഉണ്ടായിട്ടും ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ലോകത്തിൻ്റെ നന്മയേക്കാൾ ദൈവം വലുതെന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യൻ. ആ മനുഷ്യൻ പറയുന്നു, ഞൊടി നേരത്തേക്കുള്ള ലഘുസങ്കടം അനവധിയായ തേജസ്സിൻ്റെ ഭാഗ്യമെന്നെണ്ണിയ ഭക്തൻ. കൊരിന്ത്യ ലേഖനത്തിൽ ഒരിടത്ത് പറയുന്നു, കാണുന്നതല്ല കാണാത്തതാണ് നിത്യമായതെന്ന് പറഞ്ഞിറങ്ങിയ ഭക്തൻ. ഒട്ടനവധി തകർച്ചകൾ, വീഴ്ചകൾ, കൂട്ടു സഹോദരന്മാരുള്ള ആപത്തുകൾ, അനേകം വേദനകൾ ജീവിതത്തിനകത്ത് വന്നാലും ഇതൊന്നും ഈ കർത്താവിനെ വിട്ട് ഞാൻ പോകത്തില്ലെന്ന് തീരുമാനമെടുത്ത ഭക്തൻ.
പൗലോസ് ഇതുവരെയും വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു പ്രാർത്ഥനകളിലും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി കാണുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? എഫെസ്യ ലേഖനത്തിനകത്ത് തന്റെ പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം എഫെസ്യ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ എന്നൊക്കെ പറഞ്ഞ് ഒരു എൻകറേജിങ് വേർഡ്സ് ഒക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് ആഴമേറിയൊരു പ്രാർത്ഥനയുണ്ട്. അവൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: വെളിപ്പാടിൻ്റെ ആധിക്യം നിമിത്തം തന്നികളിച്ചു പോകാതിരിക്കേണ്ടതിന് തന്നെ കുത്താൻ ദൈവം സാത്താന്റെ ദൂതനോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശൂലം മാറണമെന്ന് ഏകദേശം 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ നിലവിളിച്ചു. ഒന്ന് ചോദിച്ചേ, പൗലൂസേ, എന്തിനാ ഈ ശൂലം മാറാൻ പ്രാർത്ഥിച്ചത്? എന്തിനെന്നറിയാമോ? അവൻ്റെ ശരീരത്തിനകത്ത് അനുഭവിക്കുന്ന ഒരു രോഗമുണ്ട്. ആ രോഗത്താൽ അവൻ ഒത്തിരി ബലഹീനനാണ്. അവന് ശുശ്രൂഷ നേരെ ചെയ്യാൻ കഴിയുമില്ല. അവൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് അവന് ഒത്തിരി കുത്തുവാക്കുകളും വേദനാജനകമായ വാക്കുകൾ അവൻ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഓരോ പകലും പ്രാർത്ഥിക്കുക, കഴിയുമെങ്കിൽ അപ്പാ ഈ ശൂലം എന്നിൽ നിന്നൊന്നും മാറ്റിത്തരണമേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ദൈവദാസൻ ഈ ഹാളിനകത്ത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ജീർണിച്ച കണ്ണുകളുമായി, ഹലോ, പൗലൂസിനെ പറ്റി പറയുന്നത് അകാല പ്രജ പോലെ ജനിച്ചവനാണ് എന്ന് പറഞ്ഞാൽ ചാവുള്ളയാണ്. ജനിക്കേണ്ട സമയത്തിനു മുൻപ് ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ മാസം തികയാതെ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവൻ. വെറും 4.25 അടി മാത്രം പൊക്കമുള്ളവൻ. അവൻ്റെ കാലുകൾ വില്ലുപോലെ ഇരിക്കും. അവൻ 2 കാലും നേരെ നിൽക്കത്തില്ല. നമ്മളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നേ. വചനം പഠിച്ചാൽ പൗലൂസിൻ്റെ കാലുകൾ രണ്ടും ഒരേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തില്ല. 2 കാലുകൾ വില്ലുപോലെ ഇരിക്കും. ഈ വില്ലുപോലുള്ള കാലുകൾ വച്ച് മിഷണറി യാത്രകൾ ചെയ്തു സഭകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ കൂട്ടുവേലക്കാർ, കൂടെ ആരാധിച്ചവർ എല്ലാവരും ഈ കർത്തൃദാസനെ നോക്കി ദുഷിക്കുകയാണ്. കർത്തൃദാസന്റെ രൂപം കണ്ട്, വികൃതമായ പുറം കണ്ട് തനിക്കെതിരെ കുറ്റവും കുത്തുവാക്കുകളും പറയുമ്പോൾ ആ ഭക്തൻ പറയുക, കർത്താവ്, ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ആ രോഗം കൊണ്ട്. ആ രോഗം എനിക്കൊന്ന് സൗഖ്യമാക്കണമേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞപ്പോ ദൈവം പറഞ്ഞ മറുപടി, എടാ, ഈ രോഗം മാറ്റിയാൽ നീ ഒരുപക്ഷെ മികളിച്ചു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഈ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി തന്നാലേ നീ മികളിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്റർ, എന്തുകൊണ്ടാ പ്രാർത്ഥിച്ച മറുപടികൾ വൈകുന്നത്? ചിലപ്പോൾ ദൈവത്തിന്റെ സമയമായിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ കാലുകൾ കടിഞ്ഞിട്ടും ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തി നിന്റെ കൂടാരത്തിനകത്ത് ആമെ വെളിപ്പെടുന്നില്ലെങ്കിൽ ഇന്ന് പകൽ കാലം ദൈവം, ആമെ സ്വർഗത്തിലെ ദൈവം ഭയക്കുന്നുണ്ട്. എന്താ ഭയക്കുന്നതെന്ന് അറിയാമോ? മിന്നില വിടുതൽ സംഭവിച്ചു കഴിഞ്ഞാ നീ ദൈവകൃപയിൽ നിന്ന് വീണുപോകുമോന്ന്, നിന്റെ ശുശ്രൂഷ വീണുപോകുമോന്ന്, നിന്റെ സഭ വീണുപോകുമോന്ന്, നിന്റെ തലമുറകൾ പിന്മാറിപ്പോകുമോന്ന്, നീ ദൈവകൃപയിൽ നിന്ന് തകർന്നു പോകുമോ എന്ന് എന്റെ ദൈവത്തിന്റെ അകത്തളത്തിൽ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ ലഭിക്കാത്തത്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? നമ്മുടെ പോക്കും വരവും ഒക്കെ ആരും അറിയുന്നില്ലെങ്കിലേ ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് ദൂതൻ എഴുതുന്നുണ്ട്. ഇന്ന് പകൽ കൈയടിച്ചത് കൊണ്ടോ, അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ, തുള്ളിയത് കൊണ്ടോ, ചാടിയത് കൊണ്ടോ, 21 ഇരുമവ് കൊണ്ടോ ഒന്നും അടക്കത്തില്ല. നീ ക്രമപ്പെടേണ്ട വണ്ണം നീ ക്രമപ്പെടണം. നിന്റെ കുടുംബം ക്രമപ്പെടേണ്ടവണ്ണം ക്രമപ്പെടണം. ഇല്ലെങ്കിൽ നാട്ടിൽ കിടക്കുന്ന പാസുമാരെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പകൽ കൃപയില്ലാഞ്ഞിട്ടല്ല കുഞ്ഞ്, നിന്നിൽ
നിഗളം വെളിപ്പെടുമെന്ന് എന്റെ ദൈവം അറിഞ്ഞിട്ട് ചില ശൂലങ്ങൾ നിന്റെ മേൽ വച്ചിരിക്കുമവ. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാം, നിന്നെ ദൈവം എത്രത്തോളം ഉയർത്തിയാലും നിന്റെ ജീവിതത്തിൽ നിഗളം എന്ന കാര്യം വരരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് നോക്കിയാട്ടെ, ഇങ്ങോട്ടൊന്ന് നോക്കിയാട്ടെ. പിന്നെ കൈയടിക്കാം, പിന്നെ അന്യഭാഷ പറയാം. ഇപ്പോഴും ചിലരൊക്കെ ആത്മാവ് ഇരിക്കുക. ഇത് കേട്ടതുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് നോക്കിയേ, നിഗളം എന്ന കാര്യം നിന്റെ ജീവിതത്തിൽ വരരുത്. ദൈവവചനം ഏറ്റവും വെറുക്കുന്നൊരു കാര്യം, ഞാൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഇന്ന് പകൽ എത്രത്തോളം ദൈവം ഉയർത്തിയാലും, ഇന്ന് പകൽ ദൈവം ഉയർത്തുന്നതിൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 100-ൽ 1 എത്തുമ്പോഴേ നമുക്ക് നിഗളം. നമ്മളാരോ ആണ്, നമ്മൾ വിചാരിച്ചാൽ എന്തോ നടക്കും. ഇന്ന് പകൽ സബിൻ പാസ്റ്റർക്ക് തോന്നിയാലും നിങ്ങൾക്ക് തോന്നിയാലും ഇന്ന് പകൽക്കാലം നിഗളം തന്നെയാണ് പ്രിയരെ. എൻ്റെ ദൈവം, എൻ്റെ നിഗളത്തിൻ്റെ മുൻപിൽ ദൈവം എന്നെ അടിക്കാതിരിക്കത്തില്ല. നിങ്ങളുടെ നിഗളത്തിൻ്റെ മുൻപിൽ ദൈവം നിങ്ങളെ അടിക്കാതിരിക്കത്തില്ല. 2024 ഒത്തിരി കിടന്നുഴലുന്നില്ലേ? ഒത്തിരി പരിപാടികളൊക്കെ കാണിച്ചിട്ട് ഒന്നും അങ്ങോട്ടൊന്നും നടക്കുന്നില്ലല്ലോ. ഒരു വാഗ്ദത്തങ്ങളും കൂടാരത്തിനകത്ത് കയറുന്നില്ലല്ലോ. ഒരു പരിപാടിയും നടക്കുന്നില്ലല്ലോ. ഇന്ന് പകൽക്കാലം നിഗളത്തിന്റെ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇന്ന് പകൽ താഴ്മയുടെ വസ്ത്രം ധരിച്ച് ദൈവത്തിന്റെ ക്രൂശിലേക്ക് ഓടിവാ. ഇന്ന് പകൽക്കാലം നിഗളികളോട് അവൻ എതിർത്തു നിൽക്കുക. അവൻ താഴ്മയുള്ളവന് അവൻ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഒന്നിനും നീ കന്യഭാഷ പറഞ്ഞില്ലേലും ദൈവത്തോട് ഇന്ന് പകൽ മിരമിട്ട് ദൈവവുമായുള്ള ബന്ധത്തിനകത്ത്, ദൈവം തന്ന ദൈവകൃപയ്ക്കകത്ത് നിനക്ക് നിഗളം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ മടങ്ങിവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, വെളിപ്പാടിന്റെ ആധിക്യ നിമിത്തം നീ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് ദൈവം സാത്താന്റെ ദൂതനോട് കുത്തുവാൻ കൽപ്പിച്ചു. ഇത്രേ ഉള്ളു പ്രിയരെ. പൗലൂസ് എന്ന് പറയും ആത്മമനുഷ്യൻ, പുതുനിയമത്തിനകത്തുള്ള ശൗലമ്മ പൗലൂസ്, വെളിപ്പാടിന്റെ ആധിക്യം മികത്തം തികളിച്ചു പോകാതിരിക്കുക ദൈവം ഒരു ശൂലം വച്ചതിന് കാരണമെന്നറിയാമോ? ഇവന്റെ വലിയപ്പച്ചനില്ലേ, ഇവന്റെ വലിയപ്പച്ചൻ കഴുതയെ അന്വേഷിച്ചു പോയപ്പോ അഭിഷേകം ലഭിച്ചു വീട്ടിൽ കയറിപ്പോയ ഒരുവനുണ്ട്. ഹല്ലേലൂയ. നമ്മളീ പലരും കഴുതയെ അന്വേഷിച്ച് ഇവിടെ വന്നതാ. പക്ഷെ ഇരിക്കുന്ന ഇരിപ്പുക കണ്ടു കഴിഞ്ഞാൽ അഭിഷേകത്തിൻ്റെ നിറവിലായിരിക്കുന്നേ. ഹലോ, ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, അമ്മ അന്വേഷിച്ച് വന്ന കഴുതയെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ കഴുതയൊന്നും കിട്ടില്ല. പക്ഷെ ഇതിനകത്ത് കയറിയാൽ അഭിഷേകം കിട്ടും. ഇതിനകത്ത് കയറിയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടും. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും വെളിപ്പെടാത്ത രാജകീയ സൗഭാഗ്യം ലഭിക്കും. മിന്നിൽ ദൈവം മറച്ചിരിക്കുന്ന ദൈവിക മർമ്മം മിന്നിൽ വെളിപ്പെടും. ഇന്ന് പകൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക. അകം തിളയ്ക്കുന്നുണ്ട് ഈ പ്രസംഗം പ്രസംഗിക്കാൻ. ആമേൻ. ഒരുവനുണ്ടല്ലോ, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ്, അവന്റെ പേര് ശൗലമാണ്. കേട്ടോണേ, അവന് ദൈവം അനുഗ്രഹിച്ച് അഭിഷേകം കൊടുത്തു, ആത്മനിറവ് കൊടുത്തു. കൊട്ടാരത്തിനകത്ത് രാജാവാക്കി വെച്ചപ്പോ അവൻ കൊട്ടാരം എടുത്തു, അതിർത്തികളെ വിശാലമാക്കി, അവൻ യുദ്ധങ്ങൾ ചെയ്തു, പല നന്മകളും അവൻ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോ അവനിൽ എന്ത് വെളിപ്പെട്ടെന്നറിയാമോ? അഹങ്കാരം വെളിപ്പെട്ടു. ഹലോ, അവനിൽ അഹങ്കാരം വെളിപ്പെട്ടു. അവനിൽ പ്രൈഡ് വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം കേട്ടോണേ, ദൈവകൃപയിൽ നിന്നെങ്കിൽ ശക്തമായ രാജ്യത്തിൻ്റെ രാജാവായി തലമുറയോളം വാഴേണ്ടവൻ അഹങ്കാരം വെളിപ്പെട്ടപ്പോൾ കേട്ടോ, ആമേ ലബോ പർവ്വതം നിരക്കകത്ത്, ആമേ കേട്ടോ ഗിൽബോവ പർവ്വതം നിരക്കകത്ത് ശത്രുവിൻ്റെ തീയമ്പുകളിൽ കുത്തേറ്റു തകർന്നുപോയി പ്രിയരെ. അവൻ്റെ തലമുറകൾ സ്വന്തം വാളുകൊണ്ട് വെട്ടി
പൊട്ടിത്തീരത്തക്ക നിലവാരത്തിൽ സ്വന്തം ആയുധത്തെ ശത്രുവിന്റെ കയ്യുടെ ആയുധമാക്കി മാറ്റി ഒരുവൻ ജീവിതം നഷ്ടപ്പെട്ട് ദൈവരാജ്യം നഷ്ടപ്പെട്ട് അഭിഷേകത്തെ എറിഞ്ഞുടച്ച് ദൈവകൃപയെ നഷ്ടപ്പെട്ട് നിത്യതയെ നഷ്ടപ്പെടുത്തി ദൈവരാജ്യത്തെ നഷ്ടപ്പെടുത്തി ദൈവം കൊടുത്ത രാജകീയതയെ നഷ്ടപ്പെടുത്തി ആമേൻ ഗിൽബോവ പർവ്വതത്തിനകത്ത് കിടക്കുമ്പോൾ ശൗലിനോട് പറയുക, ശൗലേ, നിന്റെ വലിയപ്പച്ചൻ കുന്തം കൊണ്ട് നിന്റെ തലിയപ്പച്ചന്റെ മക്കളെല്ലാം തകർന്നു വീഴുമ്പോൾ സ്വന്തം വാളുകൊണ്ട് കഴുത്തറുത്ത് മരിക്കേണ്ട ഗതികേട് ശൗലിന് വന്നപ്പോൾ ഈ തലമുറയിലെ നീ വെളിപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് നിഗളിക്കാതിരിക്കാൻ, ഹലോ, ശത്രുവിൻ്റെ ശൂലത്തെക്കാൾ നല്ലതാ എൻ്റെ ശൂലം. നിങ്ങളെ പിടികിട്ടിയിട്ടും പിടികിട്ടാതെ പോലെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വോത്രമൊന്നും എനിക്ക് വേണ്ട. ആമേ, ഇന്ന് പകൽക്കാലം കേട്ടോണേ, ദൈവം വച്ച ശൂലത്തിൻ്റെ മുൻപിൽ കിടന്നു പിടയ്ക്കാതെ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയ അവൻ തരുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കൃപ നിനക്കു മതി. അത് ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ്. ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് എത്ര പ്രാർത്ഥിച്ചിട്ട് മാറാത്ത ചില വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച വിഷയം അവിടെ നിർത്തി വച്ചിട്ട് ദൈവത്തോട് ചോദിക്കുക, ഇതിനെ ചെയ്യിപ്പാൻ ആവശ്യമായ, ഇതിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായ ദൈവകൃപ എൻ്റെ മേൽ വ്യാപരിക്കണമെന്ന് പറഞ്ഞ ഇന്ന് പകൽക്കാലം മാരി പോലെ അരിഞ്ഞിട്ട പുൽപ്പുറത്ത് വീഴുന്ന മഞ്ഞുപോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ ഈ ആലയത്തിനകത്ത് വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മമറവിലും ആരാപിച്ചു തുടങ്ങട്ടെ. ധാര ഘടക ധീര ധാര 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 ധീര ധാര ഘടക ധീര ധാര ധാര ധാര. ഇന്ന് പകൽ കൃപയെ കൊതിക്കുന്നവർ, കൃപയെ ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽ പ്രാപിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അർഹതയില്ലാത്ത കൃപയാകുന്ന പരിശുദ്ധാത്മാവിന് ഈ അത്യുന്ന ശക്തിയൻ സ്വന്തമല്ല എന്ന് വരികേണ്ടവന് നിന്റെ മൺകൂടാരത്തിൻ്റെ മേൽ നിറയ്ക്കാമെന്ന് പറഞ്ഞ ആത്മാവിൻ്റെ ശക്തിയുടെ ഇരട്ടിപ്പ് ഈ പകൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ കൈമാറുകയോ കരമടിച്ചു വായ്കളെ തുറമ എൻ്റെ ദൈവത്തിന് ആരാധന. ശിവാരാമ വൈഡാമാന അർത്ഥാബാല ശിഖാമാന റീബാരാബ അർത്ഥാമാന റീഥേരേഖേ ക്ഷീരധാര റീമാനാദ റിഖാമാന ഓ ശാര ധാര 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 ധാര. നികളത്തിന്റെ കൊമ്പുകൾ ഇന്ന് പകൽ വെട്ടുവീഴപ്പെടട്ടെ. ഇന്ന് പകൽ ചെത്തേണ്ട ചിലവിനെ ചെത്തി മാറ്റി ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ ചില കൂടാരത്തിനകത്തളത്തിൽ വീഴട്ടെ. ഇന്ന് പകൽ സ്നേഹിത, ഇന്ന് പകൽ നികളമുള്ളവന്റെ അടുക്കൽ ദൈവപ്രവർത്തി വെളിപ്പെടത്തില്ല. അവൻ അഹങ്കാരമുള്ളവന്റെ അടുക്കൽ കൂടാരത്തിനകത്ത് ദൈവ തേജസ് ഇറങ്ങത്തില്ല. ഇന്ന് പകൽ ദൈവം തമ്മ മന്മയല്ലാതെ നിന്റെ കരത്തിലൊന്നുമില്ല, നിന്റെ കയ്യിലൊന്നുമില്ല, നിന്റെ ശരീരത്തിനകത്ത് ആരോഗ്യമില്ല. അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് പകൽ നികളത്തിന്റെ മനോഭാവങ്ങൾ വെട്ടേറ്റപ്പെടട്ടെ. ഇന്ന് പകൽ അർഹതയില്ലാത്ത ദാനം നൽകിയ ദൈവത്തോട് ദൈവകൃപ വേണമെന്ന് ചോദിച്ച ഈ തലമുറയിൽ നിനക്ക് പ്രശംസിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ കൃപ നിന്റെ മേൽ വ്യാപരിക്കുക. ഈ കൃപ നിന്റെ ശുശ്രൂഷ മേൽ വ്യാപരിക്കുക. ഈ കൃപ നിന്റെ ജീവിതത്തിന് മേൽ വ്യാപരിക്കും. മക്കളെ, കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുക. ആങ്ഷ്യസ് നിന്റെ മേൽ വ്യാപരിക്കുക. അർഹതയില്ലാത്ത വിദ്യാഭ്യാസം വരാ, ഈ കൃപ നിന്റെ കൂടെ കാണും. അർഹതയില്ലാത്ത ഉയർച്ച വരാ, ഈ കൃപ നിന്റെ കൂടെ കാണും. 1000 തലമുറകൾ മാതാപിതാക്കളെ പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളയുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് സന്തോഷം നൽകി അവരെ ചേർത്ത് പിടിക്കാനുള്ള കൃപ ഈ പകൽ നിന്റെ മേൽ ദൈവം തരാം. ഇന്ന് പകൽ അങ്ങനൊരു ഫേവർ ഇവനകത്ത് വീഴുന്നു കേട്ടോ. അങ്ങനൊരു ഫേവർ വീഴുന്നു. ചില ഞാടി ഞരമ്പുകൾക്കകത്ത് ദൈവകൃപ വ്യാപരിക്കുമ്പോൾ തന്നെ ഈ പകൽ ചില കൂടാരങ്ങൾക്കകത്ത് ചില തലമുറകളുടെ ചില ശുശ്രൂഷകന്മാരുടെ ഈ പകൽ ഈ പ്രസംഗം കാണാൻ പോകുന്ന ചില ദൈവദാസന്മാരുടെ അധികമായ ദൈവകൃപ വെളിപ്പെടും. ഓ ശബാര ധൂര ധാര ഘടക ധേര ധാര 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 ധാര
ജീവരാബാരിഖമാന ധൂരധാരം ധാരമന ചുര വൈഡബരഗവേ ചുര വൈഡബരം ദര വൈഡബരം ദര വക്ഷബരം ദര വൈഡബരഗവ. ഓ തീ 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 കരമടിച്ച് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഈ കൃപ ഏറ്റെടുത്ത് പ്രാപിച്ചോ. 2024 നിനക്ക് താങ്ങാൻ കഴിയാത്ത പ്രതികൂലം വരുമ്പോ നിന്റെ കൂടാരത്തിന് മേരെ, നിന്റെ തലമുറയ്ക്ക് മേരെ, നിന്റെ സഭയ്ക്ക് മേരെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് മേരെ, നിന്റെ ആയുസ്സിന് മേരെ ചില തീയമ്പുകൾ വെളിപ്പെടുമ്പോ ഇരുന്ന് വിറച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പകൽ കൃപ ഏറ്റെടുക്കുന്നവൻ മാത്രം നിലനിൽക്കും. ഇല്ലാത്ത ചിലവ് വീണുപോകും. ഈ പകൽ ദൈവ കൃപ ഏറ്റെടുത്ത് പ്രാർത്ഥിര്. നിന്റെ അഭിനയം നിർത്തട്ട്, നിന്റെ മുഖമോടികൾ വലിച്ചു കീറപ്പെടട്ടെ. ഈ പകൽ ദൈവ കൃപ വെളിപ്പെടട്ടെ. ശാവരാധ പ്രിയരെ ശ്രദ്ധിക്കണേ. ഇന്ന് പകൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ഒരു 200-300 കോള് വരും. എനിക്ക് തോന്നുന്നു തിങ്കളും ചൊവ്വയും മാത്രം വിളിച്ചത്. അതിനകത്ത് പകുതി ഞാൻ വിളിച്ചിട്ടില്ല, തിരിച്ചു വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം ഞങ്ങളൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ദൈവദാസൻ കിടന്നുറങ്ങി. ഞാൻ 1 മണിക്കോ 2 മണിക്കോ ഇരുന്ന് വിളിക്കാൻ തുടങ്ങിയതാ. 5:30 എഴുന്നേറ്റപ്പോഴും ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വിളിച്ച വ്യക്തികളെയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതിലൊരു വ്യക്തി പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തു. ദൈവം ഞങ്ങളെ ഉയർത്തി, പക്ഷെ ദൈവത്തെ മറന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവം ഞങ്ങളെ ഉയർത്തി, ദൈവത്തെ മറന്നു. മേ ബി ലൈവിൽ കാണുമായിരിക്കും, ഞാൻ പേരൊന്നും പറയുന്നില്ല. കേട്ടോണേ, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒന്നുമില്ലായ്മയിൽ നിന്ന് കുടുംബക്കാരാണ് അമ്മ അടിച്ചിറക്കിയപ്പോഴാ പെന്തക്കോസിനകത്തും അമ്മേ ഒന്നുമില്ലാത്ത ജീവിതത്തിനകത്ത് ദൈവമെല്ലാം നൽകി മാനിച്ചു. ബഹ്റിനിലാണ് ഏതോ കെയർ ടേക്കർ പോലെ എന്തൊക്കെ ചെയ്യുന്നു. പക്ഷേ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: പക്ഷേ എല്ലാം നൽകിയപ്പോൾ ദൈവത്തെ മറന്നു. എൻ്റെ മക്കൾ പള്ളിയിൽ പോകാതെയായി. ഞാൻ വേറെ രാജ്യത്താണ്. എൻ്റെ ഭർത്താവ് പഴയതിനേക്കാൾ അപ്പുറമായി. ഹലോ, പണ്ട് കുറച്ച് മദ്യപിക്കുമായിരുന്നു, ഇപ്പം മുഴുക്കുടിയനായി. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? അഭിനയിക്കാൻ ആർക്കും കഴിയും പ്രിയരെ. പള്ളി വരുന്ന കൈയടിക്കുമ്പോഴല്ല വിഷയം, നിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടോ എന്നതാണ് വിഷയം. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഇന്ന് പകൽക്കാലം പപ്പടം പൊടിയുമ്പ കണ്ടിട്ടുണ്ടോ? അതുപോലെ ദൈവം പൊടിച്ചു കളയും. അതുപോലെ ദൈവം പൊടിച്ചു കളയും. മികളിക്കരുത്. തമ്മവ് ദൈവത്തിൻ്റെ കൃപയാ. എമ്പയിലും കൂടാരത്തിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് പകൽ മികളിക്കരുത്. തലമുറകളെ വിളിച്ചിരുത്തി പറയണം: മക്കളെ, ദൈവമല്ലാതെ ഈ ഉലകത്തിൽ ഒന്നുമില്ല. ഹലോ, നാട്ടിൽ 50 ലക്ഷം രൂപയുടെ വീട് വെച്ചു, എല്ലാം ഉണ്ടായി. നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ മക്കള് 4 വഴിക്ക്, ഹലോ, ഭർത്താവ് വേറെ വഴിക്ക്. അപ്പൊ ചോദിച്ചു, ബാങ്കിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടല്ലോ, എന്തിനാ പള്ളിയിൽ പോകുന്നേ, എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഉണ്ടാക്കി വെച്ച 50 ലക്ഷം രൂപയുടെ വീടും ഉണ്ടായിരുന്ന മന്മകളെല്ലാം വിത്തിൻ 6 months 6 മാസം കൊണ്ട് എല്ലാം തകർന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എത്ര കൊട്ടാരമുണ്ടായാലും, എത്ര നന്മയുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന് തകർത്തു കളയാ. ദൈവത്തിന് സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്ക. വലിയ സമയം വേണ്ട. ഇന്ന് പകൽ ഞാൻ നിന്റെ മുൻപിൽ വിരൽ ചൂണ്ടി പറയുമ്പോ മറ്റു 4 വിരകൾ എന്നെ ചൂണ്ടുക. ഭയത്തോടെയാ പ്രസംഗിക്കുമ്പോൾ. ഇന്ന് പകൽക്കാലം മികളിക്കരുത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ പ്രസംഗിക്കുമെങ്കിൽ, നിങ്ങളുടെ മുൻപിൽ പാടുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് പ്രവചിക്കുമെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. അത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ ദൈവത്തോട് പറയും: കർത്താവേ, കട്ടൗട്ടിൽ പോസ്റ്റിൽ എന്റെ പേര് വന്നില്ലേലോ, ശക്തന്മാരുടെ നിരയിൽ എന്റെ പേര് എഴുതിയില്ലേലോ, കർത്താവ് അറിയുന്നൊരു ശുശ്രൂഷ ചെയ്യാ. കർത്താവ് അറിയുമ്പോ ക്രൂശിന്റെ കീഴിലിരിക്കുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് കൈതാങ്ങി നിൽക്കുന്ന ദൈവദാസന്മാരോട് പറഞ്ഞു, 2024 ദൈവം പുതിയൊരു ദർശനം തന്നിട്ടുണ്ട്, നമുക്കത് ചെയ്യണം. എല്ലാ മാസവും
ഓരോരോ സ്ഥലങ്ങളിൽ ഓഡിറ്റോറിയങ്ങൾ എടുത്ത് മീറ്റിങ്ങുകൾ ക്രമീകരിക്കണം. ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 24 25 ജൂൺ വരെ ഞാനിവിടെ കാണും. ജൂൺ വരെ ഞാനിവിടെ കാണും. അത് കഴിഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല. എൻ്റെ റിസർച്ചിൻ്റെ കാലഘട്ടം തീരും. ഹലോ, ആ വെക്കേഷനിൽ ഞാനിവിടെ കുറച്ച് പ്രോഗ്രാമുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെനിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ദൈവം ആഗ്രഹിക്കുന്നിടത്ത് ഞാൻ പോകും. പക്ഷെ ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ പ്രിയരെ, ഇന്ന് പകൽക്കാലം ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദൈവം തുടങ്ങിയതാണെങ്കിൽ ദൈവം പൂർത്തീകരിക്കും. ഇന്ന് പകൽ നിഗളിക്കാനല്ല, ആരോ ആണെന്ന് കാണിക്കാനല്ല. ഇന്ന് പകൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തിയത് ദൈവമല്ലേ? എന്തിനാ നിനക്ക് നികള്? എന്തിനാ നിനക്ക് അഹങ്കാരം? എന്തിനാ നിനക്ക് താഴ്മയില്ലാത്ത? എന്തിനാ നിനക്ക് അഹങ്കാരത്തിന്റെ വിത്ത് നിന്റെ ഹൃദയത്തിനകത്ത് മുളയ്ക്കും? മക്കളെ, നന്മയുണ്ടാകാൻ എഴുന്നേൽക്കേണ്ടവരുടെ മുൻപിൽ എഴുന്നേൽക്കണം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. ഹലോ, ആദരിക്കേണ്ടവരെ ആദരിക്കണം. ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തണം. ഒന്നുമല്ല പ്രിയരെ, ഒന്നുമല്ല. കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു 2 മരണങ്ങൾ. പോയെടുത്തല്ല ആഹാരം കടിച്ചു തീർന്നപ്പോൾ അവർ യാത്ര തിരിച്ചു. മനുഷ്യർ ക്ഷണികരാണ്. കോവിഡ് കഴിഞ്ഞ് 2 വാക്സിനൊക്കെ നമ്മൾ ക്യൂ നിന്ന് അവനെല്ലാം അടിച്ചു വാങ്ങിയിട്ട് വന്നിരുന്ന് ആരാപിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ ഓർഗൻസിനകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ. ഗവൺമെന്റ് ഇന്ന് പറയുന്നു അന്ന് വാക്സിനേഷൻ കൊടുക്കണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എല്ലാവരും യാത്ര തിരിക്കുന്നു. യാത്ര തിരിക്കുമ്പോൾ നിന്റെ കരത്തിൽ ഈ രക്ഷയുണ്ടായിരിക്കണം. നിന്റെ മക്കൾക്ക് സമ്പാദ്യം ഉണ്ടായാലും, നിന്റെ മക്കൾക്ക് വീടോ പ്രതാപോ ഒന്നും ഉണ്ടായില്ലേലും ഈ രക്ഷയുണ്ടാകണം. നിന്റെ തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസമില്ലെങ്കിലും ഈ രക്ഷ അവന് കൊടുത്തിട്ടേ പോകാവോ. അവന് കൊടുത്തിട്ട് മാത്രമല്ല നീയും കൊണ്ടേ പോകാവൂ. പൗലൂസിനോട് പറയുക, പൗലൂസേ, എനിക്ക് വലുത് ഈ ലോകത്തിലെ മന്മയേക്കാൾ നിന്നെ സ്വർഗരാജ്യത്തിൽ കാണണം. ഇന്ന് പകൽ ദൈവം നിന്നെ ഇട്ട് വട്ടം കറക്കുന്നത് പോലെ, നമ്മുടെ പാസ്റ്റർ ഭാഷയെ പറഞ്ഞ പമ്പരം കറക്കുന്നത് പോലെ കറക്കും. അവന് കാരണമെന്നറിയാമോ? ദൈവത്തിന് നിന്നെ ഈ ലോകത്തിലെ കോടീശ്വരനാക്കും. അവനേക്കാൾ വലുതാ രക്ഷയുടെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതണം. നിന്റെ പേരെഴുതണം. ഇവിടെ ഭൂതം പുറത്തായില്ലേലും, ഇവിടെ രോഗി സൗഖ്യമായില്ലേലും, കുഞ്ഞേ നീ എന്റെ കൂടെ നിത്യതയിൽ. സബിംബാസ് ഇവിടെ പ്രസംഗിക്കുന്നത് ദൈവത്തിന് വലിയ കാര്യമൊന്നുമല്ല. ദൈവത്തിനറിയാം ഞാൻ പ്രസംഗിച്ചില്ല വേറെ ആരെങ്കിലും ഇവിടെ പ്രസംഗിക്കും. പക്ഷെ ദൈവത്തിന് കാര്യം ഇവൻ സ്വർഗത്തിൽ കാണണം. ഇന്ന് കരമുയർത്തിയിട്ട് പറ, ഞാൻ സ്വർഗത്തിൽ കാണണം. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ സ്വർഗത്തിൽ കാണണം. ചിലരൊക്കെ കൈ വിറയ്ക്കുന്നുണ്ട്. കാണുമോ എന്തോ? കാണാൻ വേണ്ടിയ ഈ ശൂലം, ഈ കാണാൻ വേണ്ടിയ ഈ കടവാരം, കാണാൻ വേണ്ടിയ ഈ നിന്ന, കാണാൻ വേണ്ടിയ ഈ വേദന, കാണാൻ വേണ്ടിയ ഈ രോഗം പ്രാർത്ഥിച്ചിട്ടൊന്നും മാറുന്നില്ലല്ലോ. ഇന്ന് പകൽ കൃപ പ്രാപിച്ചോ, നീ ശക്തനായി എഴുന്നേറ്റ് വരും. ശക്തനായി എഴുന്നേറ്റ് വരും. ഒന്നും നിന്റെ ജീവിതത്തിലില്ലേലോ മരിക്കുന്നതിന് മുമ്പ് നിനക്ക് പറയാൻ കഴിയോ, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി എനിക്ക് നീതിയുടെ കിരീടം എന്റെ ദൈവം വച്ചിരിക്കുക. എനിക്ക് മാത്രമല്ല, തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കോ അവനവ് നൽക. ഈ ശൂലം മാറിയില്ലേലും കൃപ വേണം മക്കളെ. കഞ്ചാവും മയക്കുമരുന്നും ബ്രൗൺ ഷുഗറും MDMA ഒക്കെ അടിച്ചു കിടക്കുന്ന ഈ ലോകത്ത്, ഹലോ, നമ്മൾ വിശുദ്ധി എന്ന് കരുതിയത് പലതും
വെള്ള വസ്ത്രം ധരിക്കുന്നത്, താടി ഷേവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ വിശുദ്ധിയായിരുന്നു. പലതും മാറി പ്രിയരെ. തലമുറകൾ പാപത്തിനടിമയായി മാറുന്നു. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറയുക, ബാംഗ്ലൂരിൻ്റെ മണ്ണിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾ ചെയ്തു കൂട്ടുന്ന പാപത്തിന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കത്ത് വിരൽ വച്ചു പോകും. ഇന്ന് പകൽക്കാലം മായയാകുന്ന ലോകത്ത്, മ്ലേച്ഛതമറിയുന്ന ലോകത്ത്, ഇന്ന് പകൽ കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. മാറുന്ന ലോകത്തും മാറാത്ത വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണും. ഹല്ലേലൂയ. എല്ലാവരും പോകുന്നത് പോലെ, എല്ലാവരും കൂത്തടിക്കുന്നത് പോലെ കൂത്തടിക്കാൻ പ്രമാണമില്ല. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ പ്രമാണമില്ല. എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പ്രമാണമില്ല. എല്ലാവരും തോളത്ത് കൈയിട്ട് നടക്കും പോലെ തോളത്ത് കൈയിട്ട് നടക്കാൻ പ്രമാണമില്ല. ഇന്ന് പകൽക്കാല രക്ഷ നീ ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ ചില ശൂലങ്ങൾ നിന്റെ മേൽ വെളിപ്പെടും. പക്ഷെ അതുകൊണ്ട് നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന ആ ശൂലം കൊണ്ട് നീ തകർന്നു പോകില്ല. നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ കാണാം. കണ്ണുകളെ മൂടാമോ? ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കാമോ? എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാട്ടെ. പ്രിയരെ, നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ല, എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ആത്മീയരായ നമുക്ക് പരസ്പരം സൗമ്യതയുടെ ആത്മാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കാനേ കഴിയത്തുള്ളൂ. ഒരു കർത്തൃദർശനം എന്ന നിലയ്ക്ക് വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുക. ഇന്ന് പകൽ ദൈവത്തിൻ്റെ മുൻപാകെ ഒന്ന് ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയ ആഴമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയരെ, വിടേണ്ട ചിലത് വിട്ടാൽ ഇന്ന് നിന്റെ കൂടാരത്തിനകത്ത് ദൈവിക രക്ഷ വെളിപ്പെടും. വിടേണ്ട ചിലത് വിട്ടാൽ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി വേഗത്തിൽ വെളിപ്പെടും. വിടേണ്ട ചിലത് വിട്ടാൽ ദൈവകൃപ അധികമായി വെളിപ്പെടും. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ ഒരു തീരുമാനം മതി ദൈവകൃപ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ. വിടുമരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് നാളെ ആരെന്നറിയാൻ കഴിയാത്ത ഈ വേഗതയിൽ ഓടുന്ന ഈ ലോകത്ത് ദൈവകൃപയിൽ നിൽക്കാൻ ഇരുകരങ്ങളും സ്വർഗത്തേക്കൊന്ന് ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശബരബലഘടകര ശബരബലഘടകര ശബരബലഘടകബല റിമമമമമ ശരഹോലു കേൾക്കമോ. നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടും. നിന്റെ തീരുമാനത്തിന് മുൻപിൽ ഈ പകൽ നീ എടുക്കുന്ന തീരുമാനം നിന്റെ ജീവന്റെ വിലയുണ്ട് കുഞ്ഞെ. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. നീ എടുക്കുന്ന തീരുമാനത്തിന് നിന്റെ ഭാവിയുടെ വിലയുണ്ട്. നീ എടുക്കുന്ന തീരുമാനത്തിന് നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റുന്ന ഒരുപക്ഷെ നിന്റെ കൂടെയുള്ളവർ മദ്യപാനികളായിരിക്കാം. നിന്റെ കൂടെയുള്ളവർ പലതിലും വീഴുന്നവരായിരിക്കാം. ഇരുകരങ്ങളും കൂപ്പിക്കൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിൽ നിന്ന് അകറ്റുന്നതൊന്നും നിന്റെ കരത്തിലുണ്ടാകരുത്.
നിന്റെ ആത്മീകത്തെ ചോർത്തുന്ന കൂട്ടുകെട്ടുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നീ ദൈവസന്നിധി വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. ഒത്തിരി കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്, ഒത്തിരി വ്യക്തികളെല്ലാം നഷ്ടപ്പെട്ടു തീർന്നു പോയിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ മടങ്ങി വിളിക്കുക, ഒരുമിച്ച് ആ ക്രൂശിലേക്കൊന്ന് പോകാം. ദൈവത്തോടൊന്ന് പറഞ്ഞു, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൽ പൈതലായി ജീവിക്കും ഞാനിനി, ദൈവത്തിൽ പൈതലായി ജീവിക്കും ഞാനിനി. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യത, ക്രൂശിന്മേൽ കാണുന്ന ആരിതാ, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കാകുന്നു, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കാകുന്നു, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയാൽ കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ഈ പകൽ വിടേണ്ട ചിലത് വിട്ട് നിശ്ചയതയെ ലക്ഷ്യമാക്കി പോകാം. എന്റെ മേൽ കൃപയുടെ ആഴം വെളിപ്പെടുത്തണം, എന്റെ കൂടാരത്തിന്റെ മേൽ രക്ഷയുടെ, എന്റെ സഭയുടെ മേൽ അധികമായി ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നിൽക്കുന്ന ഈ ജനത്തെ ഞങ്ങൾ സഭയായി, ഞങ്ങൾ വ്യക്തിപരമായ ആളാമൃതിയായി, ഈ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, ഈ ജനത്തെ വിശുദ്ധിയിൽ നിൽക്കാൻ ആവശ്യമായ ദൈവകൃപ ഇപ്പോൾ അവരുടെ മേൽ ഞാൻ ആത്മാവിൽ കൈമാറി പ്രാർത്ഥിക്കുകയാണ്. ഈ പകൽ മുതൽ അവർ ദൈവകൃപയിൽ ജീവിക്കട്ടെ, ദൈവകൃപയിൽ സഞ്ചരിക്കട്ടെ.
ദൈവമുള്ളവരായി ജീവിക്കട്ടെ. അവരുടെ ഹൃദയത്തിൻ്റെ പാപക്കറകൾ ഈ നിമിഷം അവരുടെ ചങ്കിലെ ചുടുരക്തത്താൽ ഞങ്ങളെ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനായി നന്ദി പറയുന്നു. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ദിവസം ഒന്നിരിക്കാമോ? കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കല്ലെടുക്കാമോ? ദശാംശമായി, വഴിപാടായി, നേർച്ചയായി നിങ്ങൾ ലേലത്തിന് കൊണ്ടുവന്ന നന്മ ഇപ്പോഴെടുക്കണ്ട. കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളെടുക്കാമോ? ദശാംശമായി, വഴിപാടായി, നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെ ഒന്ന് എടുക്കാമേ? ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകളും തൈത്തുകളും നിക്ഷേപിക്കാവുന്നതാണ്. ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ കാണുന്നു. ദശാംശമായി, വഴിപാടായി, നേർച്ചയായി കർത്താവെ, ഓഫ്ലൈനായി ഓൺലൈനായി നിക്ഷേപിക്കുന്ന ഓരോ വ്യക്തികളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ വിതയ്ക്കുന്നു, 1000 മടങ്ങ് കൊയ്യുവാൻ സ്വർഗം ഇവിടെ വരുത്തും. മഹത്വമെല്ലാം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.